സംസ്ഥാനത്ത് കേരള PSCയിലെ കോഴ ആരോപണമാണ് വിവാദ വിഷയം. PSC അംഗമാക്കാമെന്ന് പറഞ്ഞ് കോഴിക്കോട്ടെ ഒരു പ്രാദേശിക CPM നേതാവ് 60 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെട്ടെന്നും ഇതിൽ 22 ലക്ഷം ഒരു പ്രമുഖ നേതാവിന് കൈമാറിയെന്നുമാണ് ഇത് സംബന്ധിച്ച ഒരു പരാതിയിൽ പറയുന്നത്. സർക്കാർ ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചപ്പോൾ ഉറപ്പു നൽകിയത്. PSC അംഗത്വം സംബന്ധിച്ച് മുമ്പും വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെ വിവാദം ഉയരുമ്പോൾ പലരുടെയും മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയരാം. ആർക്കൊക്കെ PSC അംഗമാകാം? എന്താണ് PSC അംഗങ്ങളുടെ ജോലി? PSC അംഗത്വം ലഭിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇത്ര വലിയ തുക കോഴ നൽകി നിയമനം നേടാൻ മാത്രം ഗ്ലാമർ ഉണ്ടോ PSC അംഗത്വത്തിന്? എന്തൊക്കെ ആനുകൂല്യങ്ങളും നേട്ടങ്ങളുമാണ് PSC അംഗങ്ങൾക്ക് ലഭിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന PSC. തിരുവനന്തപുരം പട്ടത്താണ് കേരളത്തിലെ PSC ആസ്ഥാനം. മറ്റ് സംസ്ഥാന PSCകളിൽ 8-ൽ താഴെ അംഗങ്ങൾ ഉള്ളപ്പോൾ കേരളത്തിൽ ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങളാണുള്ളത്. UPSCയിൽ 9 അംഗങ്ങളെയുള്ളൂ. സ്ത്രീ, ജാതി, ഭിന്നശേഷി എന്നീ സംവരണങ്ങളൊന്നും PSC അംഗങ്ങൾക്ക് ഇല്ല. കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. PSC അംഗത്വം 2 തരത്തിലുണ്ട്. ചെയർമാൻ ഒഴികെയുള്ള 20 അംഗങ്ങളിൽ 10 പേർ സർവീസ് മേഖലയിൽ നിന്നും 10 പേർ പൊതുപ്രവർത്തന മേഖലയിൽ നിന്നുമുള്ളവരാകണം. അംഗങ്ങളിൽ പകുതിയോളം പേർ നിയമന തീയതിയിൽ സർക്കാരിന് കീഴിൽ കുറഞ്ഞത് 10 വർഷത്തെ സേവനമുള്ള വ്യക്തികളായിരിക്കണം. ഇതിന് സർക്കാർ ട്രഷറിയിൽ നിന്ന് ശമ്പളം കൈപ്പറ്റിയവരെ പരിഗണിക്കാമെന്നതാണ് വ്യവസ്ഥ. അതിലെന്തെങ്കിലും പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയില്ല. പൊതുപ്രവർത്തന മേഖലയിലുള്ളവരുടെ യോഗ്യത 62 വയസ്സ് കഴിയാത്ത ഇന്ത്യൻ പൗരനായിരിക്കണം. ഒപ്പം ബുദ്ധിസ്ഥിരത ഉണ്ടായിരിക്കണം. കമ്മീഷനിലെ ചെയർമാനോ മറ്റേതെങ്കിലും അംഗത്തിനോ 6 വർഷത്തേക്കോ അല്ലെങ്കിൽ അവർക്ക് 62 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ ആദ്യം ആ സ്ഥാനത്ത് തുടരാം. അംഗം ചെയർമാനായാൽ 6 വർഷം കൂടി തുടരാം. 6 വർഷമാണ് അംഗത്വമെങ്കിലും 62 വയസ്സ് വരെയേ തുടരാനാകൂ. കാലാവധി തീരുന്ന ചെയർമാനോ മറ്റേതെങ്കിലും അംഗത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പുനർനിയമനത്തിന് അയോഗ്യരാണ്. എന്നാൽ മറ്റൊരു സംസ്ഥാനത്ത് അംഗമാകാം. മുൻപ് അംഗമായിരുന്നാലും ചെയർമാൻ പദവിയിൽ വീണ്ടും 6 വർഷം വരെ അംഗത്വം തുടരാമെന്നും വ്യവസ്ഥയുണ്ട്. ജോലികൾക്കായി അഭിമുഖങ്ങൾ നടത്തുക എന്നതാണ് പ്രധാന ജോലി. ഗസറ്റഡ് റാങ്കിലെ പ്രമോഷന് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റൽ പ്രമോഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ PSC അംഗമായിരിക്കും. ഇനി പരിഗണനയും ആനുകൂല്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. PSC അംഗത്തെ ഒരിക്കൽ നിയമിച്ച ശേഷം ആ പദവിയിൽ നിന്ന് നീക്കാൻ ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം തന്നെയാണുള്ളത്. കേരളത്തിൽ ഇന്നുവരെ ഇങ്ങനെ ആരെയും നീക്കം ചെയ്തിട്ടില്ല. സർവീസ് മേഖലയിലുള്ളവർക്ക് സർവീസ് കാലവും പെൻഷൻ കണക്കാക്കാൻ പരിഗണിക്കും. പൊതുപ്രവർത്തന മേഖലയിൽ നിന്നുള്ളവർക്ക് എത്ര കാലം അംഗത്വം വഹിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ. പദവിയുടെ പവർ മാത്രമല്ല, ഉയർന്ന ശമ്പളം മാസം തോറും കീശയിൽ വരും എന്നതാണ് പ്രധാന പോയിന്റ്. അംഗത്തിന്റെ അടിസ്ഥാന ശമ്പളം തന്നെ വരും 70,290 രൂപ. ഇതിനൊപ്പം കേന്ദ്ര നിരക്കിൽ 223% DA, HRA 10,000 രൂപ, യാത്രാബത്തയായി 5,000 രൂപ. ഇതെല്ലാം ചേർത്ത് ഒരു PSC അംഗത്തിന് ആകെ കിട്ടുന്ന ശമ്പളം 2,42,036 രൂപ. ഇതിനു പുറമെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളുടെ നീണ്ട നിര വേറെയുമുണ്ട്. ഇത് പോരെന്ന് കാട്ടി കഴിഞ്ഞ വർഷം PSC സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. ഇത് സംബന്ധിച്ച് ഫയൽ ധനവകുപ്പിന്റെ പരിഗണനയിലാണ്. PSC ചെയർമാന്റെ ശമ്പളം 4 ലക്ഷം രൂപയും അംഗങ്ങളുടേത് 3.75 ലക്ഷം രൂപയും ആക്കി വർദ്ധിപ്പിക്കണമെന്നാണ് കത്തിൽ പറയുന്നത്. ചെയർമാന് പെൻഷൻ 2,50,000 അംഗങ്ങൾക്ക് 2,25,000 ആക്കാനുള്ള ആലോചനയും നടക്കുന്നതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. PSC ഭരണഘടനാ സ്ഥാപനമായതിനാൽ തന്നെ കേന്ദ്ര നിരക്കിലുള്ള ആനുകൂല്യങ്ങൾ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. നിലവിൽ അംഗത്തിന് 2.5 ലക്ഷം രൂപയ്ക്കടുത്ത് ശമ്പളം ലഭിക്കുന്നതിന് പുറമെ കാർ, വീട്ടുവാടക, യാത്രാബത്ത, 1.25 ലക്ഷം രൂപ പെൻഷൻ, ഡ്രൈവർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ദഫേദാർ എന്നിങ്ങനെയുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും. ചെയർമാന് 76,450 രൂപയാണ് അടിസ്ഥാന ശമ്പളം. DA ഉൾപ്പെടെ 2,51,000 ശമ്പളം. വാഹനവും ഡ്രൈവറും യാത്രാ ചെലവും ആജീവനാന്ത ചികിത്സാ ചെലവുമെല്ലാം സർക്കാർ വക വേറെ. ചെയർമാന് ഓഫീസ് കാർ ലഭിക്കും. ചെയർമാന് വീടും ഫർണിഷ് ചെയ്യാൻ തുകയും കിട്ടും. അംഗത്തിന് 70,290 രൂപയാണ് അടിസ്ഥാന ശമ്പളം. കേന്ദ്ര നിരക്കിലുള്ള DAയും കൂട്ടി ആകെ ശമ്പളമായി 2,42,036 രൂപ ലഭിക്കും.
പുറമെ HRA 10,000 രൂപ, യാത്രാബത്ത 5,000 രൂപ, സ്വന്തം വാഹനത്തിലുള്ള യാത്രകൾക്ക് കിലോമീറ്ററിന് 15 രൂപ നിരക്കിൽ യാത്രാബത്തയുമുണ്ട്. സ്വന്തം വാഹനം ഇല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാൻ പലിശരഹിത വായ്പയും കിട്ടും. സ്വന്തമായി ഡ്രൈവറെയും വെക്കാം. ഡ്രൈവർക്കുള്ള ശമ്പളത്തിനും വീട്ടിലെ കാശ് ചെലവാക്കണ്ട, അതും സർക്കാർ നൽകും. അംഗത്തിൻ്റെയും പങ്കാളിയുടെയും ചികിത്സാ ചെലവും സർക്കാരിൻ്റെ ബാധ്യതയാണ്, അതും ആജീവനാന്ത ആരോഗ്യ പരിരക്ഷ. അതുകൊണ്ട് PSC അംഗത്വം ലഭിച്ചാൽ പിന്നെ ആശുപത്രി ബില്ല് മറക്കാം. 6 വർഷം അംഗത്വം കിട്ടിയവർക്ക് ശരാശരി 1.25 ലക്ഷം രൂപ വരെ പെൻഷൻ ലഭിക്കും. പൊതുപ്രവർത്തന രംഗത്ത് നിന്നുള്ള അംഗത്തിന് പൂർത്തിയാക്കുന്ന ഓരോ വർഷത്തിനും നിശ്ചിത തുകയാണ് അടിസ്ഥാന പെൻഷൻ.